ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു പാസിയോ. നമ്മൾ കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്നുള്ളത് വയനാട്ടിലാണ് കേട്ടോ. വയനാട്ടിൽ നമ്മളെ ഡിമോറയുടെ, നമ്മൾ ഇതിനു മുമ്പ് ഡിമോറയുടെ മിസ്റ്റിക് ക്യൂനാനുള്ള കക്കാടമ്പയിലുള്ളൊരു പ്രോപ്പർട്ടി വീഡിയോ ചെയ്തിരുന്നു. ഇത് ഡിമോറയുടെ വയനാട്ടിലുള്ള ഒരു പുതിയ ഒരു കിഡിലും പ്രോപ്പർട്ടിയാണിട്ടത്. അപ്പം ഇതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈം വൈകുക നേരെ കാഴ്ചയിലോട്ട് പോയാലോ. പിന്നെ മുൻകൂട്ടി പറയാനുള്ളത്, ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള നമ്പർ ഇവിടെ കൂടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ വയനാട്ടിലും ഓൾ കേരള എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് റിസോർട്ട് ബുക്ക് ചെയ്യാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറോട് വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇന്നലെ നൈറ്റ് നമ്മളിവിടെ സ്റ്റേ ആയിരുന്നു കേട്ടോ. അപ്പോൾ മോർണിംഗിലാണ് അത്യാവശ്യം നല്ല കോടുള്ളത്. അതായത് ഇപ്പം ഏകദേശം ഫെബ്രുവരി ലാസ്റ്റ് ആയ ഈ ടൈമിലും നല്ല കോടയാണ് കേട്ടോ ഈ ഏരിയയിൽ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എൻട്രൻസ് വരുന്നത് നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഇവരെ ഡിമോറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു അത് നൈറ്റ് എല്ലാം ലൈറ്റ് ആംബിയൻസിലൊക്കെ അടിപൊളിയായിട്ടൊരു വെള്ളമൊക്കെ അങ്ങനെ ചാടിക്കൊണ്ട് ഇതായിരുന്നു കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ഇവിടെയാണ് റിസപ്ഷൻ വരുന്നത്. അത്യാവശ്യം ഒരു പ്രീമിയം റിസപ്ഷനും കാര്യങ്ങളും തന്നെയാണ് കേട്ടത്. അപ്പം റിസപ്ഷൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ അത്യാവശ്യം വലിയൊരു റിസപ്ഷൻ തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് കുറേ പേർക്ക് ഇരിക്കാനൊക്കെ പറ്റിയ റിസപ്ഷൻ തന്നെയാണ്. പിന്നെ അത്യാവശ്യം നല്ല വലിയൊരു പാർക്കിങ്ങും തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ റെസ്റ്റോറൻറ്റ് ബൊഫേ സിസ്റ്റം എല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു ഒഴിഞ്ഞ ഒരു പ്രദേശത്ത് കൊണ്ടുവന്നിട്ട് ഒരു ഉണ്ടാക്കിയ റിസോർട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പീസ്ഫുള്ളാണ്. ഒരു മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ്. ഫാമിലിക്കും ബാച്ചിലേഴ്സിനും അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയാണത്. റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫാമിലി അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ടീമോ എല്ലാവരും വരികയാണെങ്കിൽ കഴിക്കാൻ പറ്റിയൊരു അത്യാവശ്യം ഒരു എല്ലാ അടിപൊളി ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതുപോലെ ഇതിനുള്ളിലുള്ളൊരു ക്രിക്കറ്റ് കളിക്കാനുള്ളൊരു അത്യാവശ്യം ഒരു ചെറിയ കോർട്ടാണ്. നല്ല അത്യാവശ്യം നമുക്ക് ബാറ്റ് ബോൾ നല്ല ഫാസ്റ്റ് ബോളൊക്കെ എറിഞ്ഞ് കളിക്കാൻ പറ്റിയൊരു കോർട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങോട്ട് പോയാൽ ഇവിടെ റൂംസ് ഏതാ കാര്യങ്ങൾ അതിൻ്റെ നെയിം എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൽ നമുക്ക് ആ സെൻറ്ററിൽ കാണുന്നത് നല്ല ഭംഗിയായിട്ട് ഇവിടുത്തെ കിണറാണ് കേട്ടോ. ഭംഗിയായിട്ട് ഒരു എന്താ പറയുക, ഒരു ആർട്ടൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫിഷ് പോണ്ട് ഉണ്ട്. എല്ലാവരും കിടന്നുറങ്ങിയോ? ഇന്നലെ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര രാത്രി ഇവിടെ ഭയങ്കര ലോ ലൈറ്റ് സെറ്റപ്പാണ്. അതുകൊണ്ടാണ് രാത്രി ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ കണ്ണിന് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു ഇന്നലെ റിസോർട്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് വേണം ചെറുതായിട്ട് ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ ഇതുപോലെ ഓരോ ഹട്ടുകളായിട്ടാണ് റൂം. ഇപ്പം ടോട്ടൽ 9ഓളം റൂംസ് ഇവിടെ ഉണ്ട്. അതിൽ ഓരോ ഡബിൾ റൂമുണ്ട്, അതുപോലെ സിംഗിൾ ഉണ്ട്. അങ്ങനെയാണ് ഓരോ ഹട്ടുകളായിട്ടാണ് ഇവിടെ റൂംസ് ഉള്ളത്. റൂംസിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ എല്ലാ റൂംസും ഓരോ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഗസ്റ്റാണ് അവിടെ ഇവിടെ ഉള്ളതെങ്കിലും ആർക്കും ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത രീതിയിൽ തന്നെയാണുള്ളത്. പിന്നെ നിങ്ങൾ ഈ ഏരിയയിൽ ഫുള്ളായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമുക്ക് ഫാമിലി അങ്ങനെ ചില്ല് ചെയ്യാൻ പറ്റിയ കുറേ ചെയറുകളും കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ വില്ലയുടെ അടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് ബാർബിക്യുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം നമ്മളെ ഓരോ കോട്ടേജിൻ്റെ താഴെയായിട്ടാണ് സെറ്റ് ചെയ്തിട്ട്. നിങ്ങൾക്ക് കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര ഒരു ഇതാണ്. കാരണം വേറെ എല്ലാവരും കൂടി ഒരു ഏരിയ എന്നുള്ള ഇത് വേണ്ട, അവനവൻ്റെ റൂംസിൻ്റെ താഴെ തന്നെ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുട്ടികൾക്കുള്ള പാർക്ക് ഇതാ ഇവിടെയുള്ളത്. റൂമിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് കുട്ടികൾക്കുള്ള പാർക്ക് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം ഒരു കുടക്കീയിൽ തന്നെ ഉണ്ട് കേട്ടോ. കാരണം പിന്നെ അതുപോലെ ഇനി അടുത്ത ചോദ്യം പൂളായിരിക്കും. പൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു പൂൾ തന്നെയാണ് കേട്ടോ. പൂള് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വലിയൊരു പൂള് തന്നെയാണ്. പിന്നെ അതുപോലെ കുട്ടികൾക്കുള്ള ഏരിയയും അത്യാവശ്യം വലുതാണ്. നിങ്ങൾക്ക് തന്നെ കാണാം, അത്യാവശ്യം നല്ല വലിയ പൂളും പിന്നെ
ഈ ഒരു ആംബിയൻസും കണ്ടോ. രാവിലെ കോട കൊണ്ട് ഒന്നും കാണാൻ വയ്യായിരുന്നു. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് രാവിലെ 9 മണിക്കാണ് ഷൂട്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ പ്രോപ്പർട്ടീസ് പുതിയ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എല്ലാം നീറ്റായിട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ അതുപോലെ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കുള്ള. പിന്നെ റൂമിൻ്റെ ഉൾവശം ഞാൻ ഇന്നലെ നൈറ്റ് ഷൂട്ട് ചെയ്ത് വെച്ചാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതൊന്ന് കണ്ടു നോക്കൂ. നൈറ്റ് ആംബിയൻസിൽ ഇതിൻ്റെ പുറത്തോട്ടുള്ള ആ ഒരു വ്യൂ കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ നമ്മൾ സിംഗിൾ കോട്ടേജാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളിതിൽ വന്നിട്ട് നേരെ ഇങ്ങോട്ടൊരു ചെറിയൊരു റിവറൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് മോർണിംഗിൽ കാണിക്കാം. കയറി വരുമ്പോൾ ഒരു അടിപൊളി ഒരു സോഫ സെറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. അത്യാവശ്യം വലിയ ഒരു TV ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റൂമിലോട്ട് കയറി വരുമ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു ഡിമോറിൻ്റെ നമ്മൾ മറ്റ് പ്രോപ്പർട്ടീസിൽ കണ്ട പോലെ തന്നെ ഒരു പ്രീമിയം റൂം തന്നെയാണ് കേട്ടോ. AC കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്റ്റോറേജ് അതുപോലെ ഒരു ചെറിയ ടേബിള്, ഫോണ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളെ റൂമിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി നല്ല വൃത്തിക്ക് കാണാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഡബിൾ റൂമിൻ്റെ കോട്ടേജിലോട്ടാണ് കയറാൻ പോകുന്നത് കേട്ടോ. ഇതും എല്ലാം ഫേസ് റിവറിലോട്ട് തന്നെയാണ് കേട്ടോ. കയറി വരുമ്പം നമ്മൾ സിംഗിൾ റൂമിന് മുമ്പിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2 ചെയർ. ഇത് വെറും ചെയർ മാത്രമല്ല, നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയൊരു രീതിയിലുള്ള ചെയറാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു സോഫ സെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഒരു സാംസങ്ങിൻ്റെ വലിയ TV, കോഫി മേക്കർ, ഒരു ഡൈനിങ് ഏരിയ എല്ലാം ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ അതിൽ ഫസ്റ്റ് റൂമാണ്. ഒരു രക്ഷയില്ല, ഇതിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. റൂം അടിപൊളിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്താ സ്പേസുള്ള റൂം തന്നെയാണ്. പിന്നെ കർട്ടൻ പൊക്കിയാൽ നമ്മൾ വന്ന വൈൻ പാർക്കും കാര്യങ്ങളെല്ലാം കാണാം. അതുപോലെ സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സിംഗിൾ റൂമിലുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ റൂമായ അതും സെയിം റൂം തന്നെയാണ് കേട്ടോ. ഇവിടെ സാധാ അതുപോലെ തന്നെ നോർമൽ സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം, AC, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ നമ്മളോരോ കോട്ടേജിൻ്റെ ബാക്ക് സൈഡാണ് ഇത്. ഫ്രണ്ട് സൈഡ് നേരെ ഫ്രണ്ട് ഇതിലോട്ടാണ്. അതായത് ഇവിടെ ചെറിയൊരു ഒരു എന്താ പറയുക, ഒരു പുയ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു റിവറുണ്ട്. അപ്പം അതിലോട്ടാണ് ഇതിൻ്റെ എല്ലാം ഫേസ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കറക്റ്റ് ഫേസ് കാണിച്ചു തരാം. പിന്നെ അതുപോലെ അവിടെ ഷട്ടിൽ കോട്ട് ഉണ്ട്. ഇവിടെ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. ഇതൊരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അത്യാവശ്യം 6 കോട്ടേജുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതുപോലെ നല്ല അടിപൊളി ഒരു ഷട്ടിൽ കോട്ട് അവിടെ ലോങ്ങിലായിട്ടുണ്ട്. പിന്നെ ഇതിന് മുൻപിലായിട്ട് ഇതിലൊരു വഴിയും കാണാനുണ്ട്. സോ നോക്കാം. ഒരു വലിയൊരു പുഴ ഇവിടെ ഉണ്ട്. റിവർ സൈഡിലുണ്ട്. പിന്നെ അതുപോലെ ഇതാണ് നമ്മുടെ ഫ്രണ്ടേജ് വ്യൂ വരുന്നത്. അത്യാവശ്യം ഞാനിപ്പോൾ പറയാം, ഇത്ര നേരമായിട്ട് നിങ്ങൾ ഇവിടെ ഒരു കിളികളെ സൗണ്ട് അതുപോലെ ഒരു നാച്ചുറൽ സൗണ്ട് അല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതും ഇവിടുന്ന് ഫീൽ ചെയ്തിട്ടുണ്ടല്ല. അത്രയും നല്ലൊരു പീസ്ഫുൾ ഏരിയ തന്നെയാണത്. ഒരു അടിപൊളി ഒരു മൈൻഡൊക്കെ ഫ്രീ ആക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയാണത്. അപ്പോൾ ഫാമിലിക്കും ബാച്ചേഴ്സിനും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോയിൽ. ഇതൊരു ചെറിയ വീഡിയോ ഒക്കെ ചെയ്യാൻ കാരണം വലിയ ലെങ്ത്തുള്ള വീഡിയോസ് ഒന്നും കാണാൻ ഇപ്പോൾ ആൾക്കാർക്ക് ടൈമില്ല. അതുകൊണ്ട് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന നമ്പറിലോട്ട് വിളിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ സെപ്പറേറ്റ് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നതാണ്. അത് അനുസരിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള മൊത്തം ഏകദേശം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.